നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള സഖ്യനീക്കം പൂർത്തീകരിച്ചിരിക്കുന്നു. അതായത് ഒരു സീറ്റ് ആം ആദ്മിക്ക് മത്സരിക്കാൻ വിട്ടുകൊടുക്കും, അത് കുരുക്ഷേത്രമാണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഒരു സാധ്യതയും ഇല്ലതാനും. ആം ആദ്മി പാർട്ടിയുമായിട്ട് അത്തരത്തിലൊരു സഖ്യത്തിൻ്റെ സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. INLD പൂർണ്ണമായും കോൺഗ്രസിലേക്ക് ലയിക്കുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത്. അഭയ് സിംഗ് ചൗട്ടാലയുടെ പാർട്ടി അധിക നാൾ മുന്നോട്ട് ഒറ്റയ്ക്ക് പോവില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അഭയ് സിംഗ് ചൗട്ടാലയുടെ സഹോദരനായ അജയ് സിംഗ് ചൗട്ടാലയുടെ മകൻ ദുഷ്യന്ത് ചൗട്ടാലയാണ് നിലവിൽ ഹരിയാനയിലെ ഉപമുഖ്യമന്ത്രി. മനോഹർ ലാൽ ഖട്ടർ സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയായ അദ്ദേഹം പലതവണ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന വാക്കുകൾ ഉരുവിട്ടിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ കേന്ദ്ര സർക്കാരിൽ ശക്തമായി അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്കും നൽകാമെന്ന് പറഞ്ഞ് തണുപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇക്കുറി ഒരുപക്ഷെ കോൺഗ്രസിനോടൊപ്പം JJP പോകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുകയാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹരിയാനയിൽ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 31 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 40 സീറ്റുകൾ BJP നേടി. BJPയുടെ മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രിയായെങ്കിൽ പോലും ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമല്ലായിരുന്നു BJPക്ക് കിട്ടിയത്. കേവല ഭൂരിപക്ഷം 46 എന്ന സംഖ്യയിലിരിക്കെ 40 സീറ്റുകൾ മാത്രമായിരുന്നു BJPക്ക് കിട്ടിയത്. അന്ന് 10 സീറ്റുള്ള JJP പുതുതായി രൂപീകരിച്ച പാർട്ടി, ദുഷ്യന്ത് ചൗട്ടാലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടി കൃത്യമായി BJPയെ അധികാരത്തിലെത്താൻ സഹായിക്കുകയായിരുന്നു. ആ രീതിയിലുള്ള സമ്പ്രദായം ഇനി തുടരില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല INLDയിലെ നേതാക്കൾ, അതായത് ദുഷ്യന്ത് ചൗട്ടാലയുടെ യഥാർത്ഥത്തിലുള്ള പൂർവ്വ പാർട്ടി എന്ന രീതിയിൽ തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബ വഴിയിലുള്ള പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവി സിംഗിൻ്റെ പിന്മുറക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് ദുഷ്യന്ത് ചൗട്ടാലയെ ഹരിയാനക്കാർ കണ്ടിരുന്നത്. പക്ഷേ ദുഷ്യന്ത് ചൗട്ടാലയിൽ ഒരു പ്രതീക്ഷ എന്ന രീതിയിലാണ് ഹരിയാനയിൽ JJPക്ക് ജനങ്ങൾ വോട്ട് നൽകിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ദുഷ്യന്ത് ചൗട്ടാല BJPയോട് 2 ലോക്സഭാ സീറ്റുകൾ വരെ തങ്ങൾക്ക് നൽകണമെന്ന രീതിയിലേക്ക് ആവശ്യപ്പെടുന്നു എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ കോൺഗ്രസ് ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് 2 സീറ്റുകൾ നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോയാൽ തീർച്ചയായും BJPയുടെ പ്ലാൻ പൊളിയും. BJPക്ക് ഇക്കുറി ദുഷ്യന്ത് പിന്തുണ കൊടുക്കില്ല എന്നുള്ള ഏകദേശ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ വന്നാൽ ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസുമായി, അതായത് ഭൂപീന്ദർ സിംഗ് ഹൂഡയുമായി ചേരും എന്നുള്ളത് നമുക്ക് വ്യക്തമാകാം. INLDയുമായും ഒരുപക്ഷെ ഒരു യോജിച്ച ഒരു സംയുക്ത നീക്കത്തിലേക്ക് ദുഷ്യന്ത് ചൗട്ടാല നീങ്ങിയാൽ പിന്നെ BJPക്ക് അവിടെ നോക്കാൻ കഴിയില്ല. അധികാരം നഷ്ടം എന്നേക്കുമായി ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാകും.